എല്ലാവർക്കും നമസ്കാരം. ഇന്ന് സൺഡേ അല്ലേ. അപ്പോൾ നമുക്കൊരു ബീഫ് ബിരിയാണി വെച്ചാലോ? അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് ട്ടോ ഇന്ന് കാണിക്കണത്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് 1 കിലോ ബീഫ് നല്ല കഴുകി വൃത്തിയാക്കി വെള്ളം വാലാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 4 സവാള, ഒരു കുഞ്ഞ് ഒരു ചെറുതാണ് കേട്ടോ 4 എണ്ണം. അതൊന്ന് ഞാൻ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 3 വലിയ കഷ്ണം ഇഞ്ചി, ഒരു 1.5 കുടം വെളുത്തുള്ളി, പിന്നെ ഒരു തക്കാളി ഞാൻ കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു തക്കാളി ഞാൻ മിക്സിയിൽ ഒന്ന് പ്യൂരിയാക്കാൻ വേണ്ടി വെച്ചേക്കണ്. പിന്നെ ഒരു 3 പച്ചമുളക്, കറിവേപ്പില. സമയം ഇപ്പോൾ 12:30 മണിയായിട്ടുണ്ട് കേട്ടോ. സ്റ്റാർട്ട് ചെയ്യാൻ പോണുള്ളൂ. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഞാൻ ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബീഫ് ഞാനൊരു കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാള, ഇഞ്ചി, പച്ചമുളക് ചതച്ചത്, കറിവേപ്പില, ടൊമാറ്റോ, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇത്രയും കാര്യങ്ങളൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് തിരുമ്മി പിടിപ്പിക്കണം കേട്ടോ ഇതുമ്മ. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഇനി കുക്കറിനകത്ത് വെച്ചിട്ട് ഒരു 3 വിസിൽ നമുക്ക് അടുപ്പിക്കാം. സമയമില്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ 2 വിസിൽ കേൾപ്പിക്കുള്ളൂ. എന്നിട്ട് പിന്നെ സിമ്മിലിട്ട് പതുക്കെ വേവിക്കാറുള്ളൂ. അപ്പോൾ ഇന്ന് സമയമില്ലാത്ത കാരണം 3 വിസിൽ കേൾക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ബിരിയാണി കിറ്റ്, ഇത് ഓണക്കിറ്റിലുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കിറ്റിനാണ് നമ്മൾ ബിരിയാണി വെക്കണത്. ഇത് ബസ്മതി റൈസാണ് കേട്ടോ. നല്ല നീളമുള്ള ബസ്മതി റൈസാണ്. സാധാരണ ഞാനിത് 1 മണിക്കൂർ സോക്ക് ചെയ്യാൻ വെക്കാറുണ്ട്. ഇന്നിപ്പോൾ അതിന് നേരമില്ല കേട്ടോ. അപ്പോൾ ദേ നേരെ അരി കഴുകി അടുപ്പത്തിട്ടിട്ടുണ്ട്. 3 അടുപ്പ് നമ്മുടെ വർക്കിംഗ് ആണ് കേട്ടോ. അപ്പോൾ ദേ ബീഫ് കറിയുടെ ബീഫ് ഇത് വെക്കാനുള്ള ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായി വന്നപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതൊക്കെ ചതച്ച പേസ്റ്റ് ഉണ്ടല്ലോ, അത് ഇതിനകത്തോട്ട് 2 സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ പച്ചക്കുത്തൊന്ന് മാറണ വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിങ്ങനെ മൂത്ത് വരുമ്പോണ്ടല്ലോ നല്ല ഒരു അടിപൊളി സ്മെല്ല് വരും കേട്ടോ. നല്ല കിടുക്കാച്ചി സ്മെല്ല്. നമുക്ക് ഒപ്പം തന്നെ സവാളയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ബിരിയാണിയാണ് കേട്ടോ. തട്ടിക്കൂട്ട് ബിരിയാണി എന്നൊക്കെ പറയില്ലേ. ഇത് പാചകം പഠിച്ചു വന്ന ഏത് ഒരാൾക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിനകത്തോട്ട് ഈ സവാളയ്ക്ക് ആവശ്യമായ കുറച്ചൊരു ഉപ്പ് ചേർത്ത് കൊടുക്കണ്ടേ. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് പെട്ടെന്ന് നായി വരാനായിട്ടേ ഒന്ന് മൂടി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ആ ആവി തട്ടി വേഗം ഒന്ന് ആയിക്കിട്ടും നമുക്കത്. അപ്പോൾ ഞാൻ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ലോണം സവാളയൊക്കെ ഒന്ന് വെന്ത് ഒന്ന് കുഴഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ടെ ഒരു സവാള കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായില്ലേ, അത് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക്. അതൊന്ന് ഏകദേശം ആയി വന്നിട്ടുണ്ട്. നമുക്കിനി സ്പൈസസ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ട്ടോ. എല്ലാ പൊടികളും നമ്മൾ ചേർത്താണ് ബീഫ് വേവിച്ചേക്കണത് ട്ടോ. പിന്നെ ഞാൻ വീട്ടിൽ തയ്യാറാക്കിയ മസാല അതൊരു വലിയ ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചേർത്ത് കൊടുക്കുന്നത് ബീഫ് മസാലയാണ് ട്ടോ. അതൊരു 3 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3 ചെറിയ ടീസ്പൂൺ ട്ടോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ട്ടോ അതൊക്കെ. പൊടികളൊന്ന് മൂത്ത് കിട്ടണം നമുക്ക്. അധികം എണ്ണയൊന്നുമില്ല ട്ടോ കറിയിൽ. ഇനി നമുക്ക് ആ ടൊമാറ്റോ പ്യൂരി ഒഴിച്ച് കൊടുക്കാം ട്ടോ. പൊടികളൊക്കെ നല്ലോണം മൂത്തിട്ടാണ് ട്ടോ ഞാൻ പ്യൂരി ഒഴിച്ച് കൊടുത്തേക്കണത്. ഇനി ആ ജാറൊന്ന് കഴുകി അതിനകത്തുള്ള കുറച്ച് ഇതും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, വെള്ളം. ഇനി നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ട്ടോ. കുക്കിങ്ങിൻ്റെ സമയം ഞാൻ കാണിച്ചു തന്നല്ലോ. 12:30 മണിക്കാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്യണത്. അബിക്ക് ഉച്ചയ്ക്ക് 2 മണിക്ക് ട്യൂഷന് പോകണമായിരുന്നു. ഒരു 1:45 ആയപ്പോഴത്തേക്കും എൻ്റെ ബിരിയാണിയും എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു. എൻ്റെ ബീഫ് കറിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. എനിക്കങ്ങനെ പാഷൻ ആയതുകൊണ്ടേ പേടിയൊന്നുമില്ല. സമയം ഇത്രയായല്ലോ എന്നൊക്കെ ഒരു ഇതൊന്നുമില്ല. പെട്ടെന്ന് എനിക്ക് കൈവാക്കിനെല്ലാം ചെയ്യാനായിട്ടുള്ളൊരു മരിങ്ങുണ്ട്. അപ്പം അതുകൊണ്ട് എനിക്കങ്ങനെ പേടിയൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ആയി കിട്ടി എല്ലാനും. അപ്പോൾ ആ ടൊമാറ്റോ പ്യൂരിയൊക്കെ നല്ലോണം ഒന്ന് ഇതായിരുന്നു കേട്ടോ. അപ്പം നമുക്കിനി വേവിച്ച് വെച്ചേക്കണ ബീഫ് ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർത്തല്ല ബീഫ് വേവിച്ചത്. പക്ഷേ ബീഫിൽ നിന്നുള്ള വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ട് ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേറെ പണിയൊന്നുമില്ല. ഇത് ഇളക്കി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി വരണം. അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതിനകത്തോട്ട് പോരാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അത്രേ ഉള്ളൂ. ഉപ്പൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. ഉപ്പ് ഇത്തിരി കുറവായിരുന്നു. അപ്പം ഞാൻ ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. ഇതിനി ചെറിയ ഫ്ലെയിമിലിട്ട് ഏറ്റവും സിമ്മിലിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കണം. ആ നേരം കൊണ്ട് എൻ്റെ റൈസൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിട്ട് ബിരിയാണി റൈസൊക്കെ. അപ്പം ഞാൻ വേറൊരു ഉരുളി വെച്ചിട്ടുണ്ട്. ഈ ഉരുളി ഉപയോഗിക്കാതിരുന്ന കാരണം അതിൻ്റെ ഉള്ളിൽ കറുത്ത പാട് വന്നു ഗൈസ്. അപ്പോൾ ഞാൻ നമ്മൾ ഗാർണിഷ് ചെയ്യാനുള്ള സവാളയില്ലേ, അത് ആദ്യം തന്നെ അതാണ് ഇട്ട് കൊടുക്കണം. അത് ഇട്ട് കൊടുത്ത വനസ്പതിയാണ് കേട്ടോ, ഡാൽഡ. അത് ചൂടായി വന്നപ്പോൾ സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സവാള പെട്ടെന്നൊന്ന് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടേ ഞാൻ കുറച്ച് ഒരു നുള്ളു ഉപ്പും ഒരു നുള്ളു പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് സവാള വേഗം ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. ഏകദേശം ഇത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ ബിരിയാണി കിറ്റില്ലേ, ബിരിയാണി കിറ്റിൽ എന്തോരം അണ്ടിപ്പരിപ്പും കിസ്മിസും ഉണ്ടാവും നമുക്കറിയാമല്ലോ. അതിൽ നിന്ന് ആദ്യക്കൂട്ടം വന്ന് 2-3 അടിച്ച് മാറ്റിയിട്ടാ. ബാക്കിയുള്ളത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിനകത്തോട്ട്. ഒരു 3 കിസ്മിസും 2 അണ്ടിപ്പരിപ്പും ഉണ്ട്. അപ്പോൾ അതും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇത് കോരി മാറ്റാം കേട്ടോ.
ഇനി നമുക്ക് മുഴുവൻ സ്പൈസസ് ഇട്ട് കൊടുക്കാം. ബിരിയാണി കിറ്റിൽ തന്നെ ഉള്ള ഇതാണ് ട്ടോ ഞാൻ ചേർത്ത് കൊടുക്കണം. എക്സ്ട്രാ ചേർത്ത് കൊടുക്കാനുള്ള. പിന്നെ ഇതിനകത്ത് കസ്കസൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെളുത്ത തരി പോലത്തെ സംഭവമില്ലേ, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്തൊരു സാധാരണ ഞാൻ മസാലപ്പൊടിയൊന്നും ചേർത്ത് കൊടുക്കാറില്ല. ഇതിനകത്തൊരു മസാല ഉണ്ടായിരുന്നല്ലോ, ആ മസാല ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ ചതച്ച പേസ്റ്റില്ലേ, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ സവാള ഒരു 2-3 കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അത് നല്ലോണം മിക്സ് ചെയ്തൊന്ന് ഇതായിക്കോട്ടെ കേട്ടോ. ഇതിന് വേണ്ടിയിട്ടുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയും സവാളയ്ക്കും ഈ സ്പൈസസിനും വേണ്ടത്. റൈസ് ഞാൻ ഉപ്പിട്ടാണ് വേവിച്ചേക്കണത്. ഒരു ചെറുനാരങ്ങ നീര് പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ 3/4 ഭാഗം വേവിലാണ് അത് വാർത്തിട്ടേക്കണം. ബാക്കി അവിടെ ഇരുന്ന് വെന്തോളും. അപ്പോൾ 3/4 ഭാഗം വേവിലാണ് ഞാൻ വാർത്ത് വെച്ചേക്കണത് കേട്ടോ. അപ്പം നമ്മുടെ സവാള ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിനി ആ റൈസ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. വാർത്ത് വെച്ചിട്ടുണ്ടായി ഞാൻ, അത് ഞാൻ എടുത്തിട്ടുണ്ട്. കളറിന് വേണ്ടിയിട്ട് ഞാനൊരു പിഞ്ച് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പറയാനായിട്ട് വിട്ടുപോയേ. നമുക്ക് റൈസ് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ദമ്മിട്ടിട്ടല്ല കേട്ടോ ഞാൻ ചെയ്യണത്. റൈസ് വേറെ കറി വേറെ അങ്ങനെ ആണ് ഞാൻ ചെയ്തേക്കണത്. അപ്പം നമ്മുടെ ചോറ് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒട്ടും വെന്ത് പോയിട്ടില്ല, എന്ന ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മുടെ ആ സവാളയൊക്കെ വറുത്ത് വെച്ചിട്ടില്ലേ, നമ്മൾ ഫ്രൈ ആക്കി വെച്ചേക്കണത് ഒന്ന് കൈ കൊണ്ടൊന്ന് ഉടച്ച് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. റൈസ് നല്ല ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ. അതിൻ്റെ മുകളിലോട്ട് നമുക്കിനി ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ഇത് ചെയ്യാം. എൻ്റെ അടുത്ത് മല്ലിയിലയും പുതിനയിലയും ഇല്ലാതെ ഇപ്പോൾ കേട്ടോ. അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കിടുമായിരുന്നു. അത് ഉണ്ടായില്ല. അപ്പം ഞാൻ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് അത് ഞാൻ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ നെയ്യ് അത് കട്ടയായിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ റൈസ് ചൂടാണല്ലോ, അപ്പം ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നെയ്യ് കട്ടയായിട്ടിരിക്കുകയാണ്, മെൽറ്റായി വന്നോളൂ. റൈസ് നല്ല ചൂടാണല്ലോ. ഇനി ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. നമ്മുടെ പൈനാപ്പിളിൻ്റെ എസൻസ് ഇല്ലേ, അതും കൂടി ഞാൻ ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തോട്ടും കൂടി ചുറ്റിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി പരിപാടി കഴിഞ്ഞ് വേഗം നമുക്കിത് അടച്ച് വയ്ക്കാം. ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലൊന്ന് വയ്ക്കാം. അപ്പോൾ ഇത്രയുള്ളൂ, നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. കറിയും ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.